ഹായ് നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷനിൽ ഈ അടുത്ത കാലത്തായി എപ്പോഴും കണ്ടുവരുന്ന ഒന്നാണല്ലോ @highlight @followers എന്ന ടാഗുകൾ. പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ടാഗ് ചെയ്യുന്നത് എന്ന്. സത്യത്തിൽ അപ്രത്യക്ഷമായിരുന്ന ഈ ഫീച്ചറുകൾ ഇപ്പോൾ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ പോസ്റ്റുകൾ എല്ലാവരിലേക്കും എത്താൻ ഒരു മാന്ത്രിക വടി പോലെയാണ് ഇത്. എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് നോക്കാം. നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം കാരണം എല്ലാവരുടെയും ടൈം ലൈനിൽ വരണമെന്നില്ല. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ഫോളോവേഴ്സിന് ഒരു പ്രത്യേക നോട്ടിഫിക്കേഷനായി ഇതെത്തും. നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണോ അതോ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണോ? നിങ്ങളുടെ അറിയിപ്പുകൾ ആരും കാണാതെ പോകരുത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. കൂടാതെ പേജിൻ്റെ റീച്ച് ഓട്ടോമാറ്റിക്കായി വർദ്ധിക്കാനും ഇത് കാരണമാകും. പിന്നെ ഏതൊരു കാര്യവും അമിതമായാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമായി മാറാറുണ്ട്. നമ്മൾ എല്ലാ പോസ്റ്റുകളിലും ഇതൊരു ടാഗ് ഉപയോഗിച്ചാൽ നമ്മുടെ ഫോളോവേഴ്സിന് തന്നെ അതൊരു ശല്യമായി മാറാനും സാധ്യതയുണ്ട്. നമ്മുടെ ഫോളോവേഴ്സായ പലരും ചിലപ്പോൾ നമ്മളെ അൺഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടാതെ അവരുടെ നോട്ടിഫിക്കേഷൻ ഓഫാക്കിയിടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിടുന്ന നല്ല ഒരു കണ്ടൻറ് പോസ്റ്റുകൾക്ക് മാത്രം ആഴ്ചയിൽ 2-3 പോസ്റ്റുകൾക്ക് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കൃത്യമായി നമ്മളിത് ഉപയോഗിച്ചാൽ നമ്മുടെ പേജിനായാലും പ്രൊഫൈലിനായാലും നല്ലൊരു കരുത്താണ്. പേജിൻ്റെ റീച്ചിന് നന്നായിട്ട് ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. കൂടാതെ ഇത് എത്ര പേർക്ക് അറിയാം എന്നുള്ള കാര്യം അറിയാത്തവരായാലും കമൻറ്റ് ചെയ്യൂ. ഇതിനെ പറ്റിയിട്ട് ആദ്യം ഒന്നും അറിവില്ലായിരുന്നു. പിന്നീടാണ് അതുകൊണ്ട് തന്നെ ഞാൻ പല വീഡിയോയിലും എൻ്റെ പോസ്റ്റ് താഴെ നോക്കിയാൽ കാണാം ഹൈലൈറ്റ് ആയാലും ഫോളോവേഴ്സ് ആയാലും ഞാൻ ഇടാറുണ്ട്. ചില വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം റീച്ചും കിട്ടാറുണ്ട്. പിന്നീട് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പല വീഡിയോ അല്ല ഒട്ടുമിക്ക വീഡിയോയിലും ഞാനത് ഇടാറുണ്ട്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. കാരണം എന്നെപ്പോലെ ചിലർക്ക് അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോയിലൊക്കെ ഒരുപാട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പല ഫോളോവേഴ്സും നമ്മളിൽ നിന്ന് അൺഫോളോ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഏത് സമയത്ത് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോൾ അത് അവർക്കൊരു ശല്യമായി മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ ആരായാലും അൺഫോളോ ചെയ്യും. ഒന്നില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓഫാക്കിയിടും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസായാലും എന്തായാലും നമ്മളിടുന്നത് നമ്മുടെ ബുദ്ധിമുട്ട് ജീവിതത്തിൻ്റെ ആ സാഹചര്യത്തിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഫീച്ചർ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ എന്തായാലും അത് ഒന്ന് ടെസ്റ്റ് ചെയ്യും. അല്ലാതെ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനല്ല. പക്ഷേ അത് ഫേസ്ബുക്കിന് നമ്മുടെ സൂപ്പർവണ്ണന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതാണ് ഇതിൽ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് ഇതേപോലത്തെ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലായി. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചതും. അപ്പോൾ എല്ലാവരിലേക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യൂ. അപ്പോൾ എനിക്കൂടെ ഒരു ഉപകാരപ്പെടും. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഓക്കെ.